കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ വ്യാപകമായ റെയ്ഡ്. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം അവിടെ നടക്കില്ലെന്ന് വന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടർ DGP മനോജ് അബ്രാദ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് നടന്നത്. വളരെ ക്ലാസിക്കലായ ഒരു റെയ്ഡാണെന്നേ പറയാനൊക്കുള്ളൂ. വളരെ ബുദ്ധിപരമായ രീതിയിൽ ഒരു നീക്കം കേരളത്തിലെ വിജിലൻസ് നടത്തി. മനോജ് അബ്രാദത്തിനെ സംഘത്തെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ റെയ്ഡിൻ്റെ പാറ്റേണ്, അതിൻ്റെ ടൈം ഫിക്സ് ചെയ്തത്, അതിൻ്റെ പണം കണ്ടെടുത്തത്, സൈബർ എക്സ്പെർട്ടുകൾ ഉൾപ്പെടെയുള്ളവർ അത് കണ്ടെത്തി. എന്തായാലും വളരെ വ്യാപകമായ ഒരു റെയ്ഡ് കേരളത്തിൽ നടത്തിയത്, പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളിൽ. മൊത്തം 81 ഓഫീസുകളിലാണ് ആ റെയ്ഡ് സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നത്. കാരണം ഓഫീസ് അടച്ച് കഴിഞ്ഞ പിന്നെ ചില കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ചില ഏജൻറ്റുമാരും ഓഫീസിനകത്തൊക്കെ കാണും. അവിടെ മിക്കവാറും മറ്റുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് സംബന്ധമായ അപേക്ഷയുമായിട്ട് വരുന്നവരാരും കാണില്ല, വളരെ ശാന്തമാവും. ഈ അവസരത്തിലാണ് മനോജ് അബ്രാദിൻ്റെ ടീം കേരളത്തിലെ 81 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കയറിയത്. ആ ടൈം സെലക്ഷനും ആ കണ്ടെത്തലും വളരെ വളരെ അഭിനന്ദനം അറിയിക്കുന്നതാണ് ഞാൻ പറയുന്നത്. സാധാരണ കൈക്കൂലി കൊടുക്കുമ്പോൾ പിടിക്കുന്നതല്ല ചെയ്തത്. ഒരേ സമയം 81 ഓഫീസിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 17 റീജിയണൽ ഓഫീസിൽ, അതോടൊപ്പം തന്നെ അതിന് കീഴിലുള്ള 64 സബ് റീജിയണൽ ഓഫീസിൽ, അപ്പോൾ അങ്ങനെ 81 ഓഫീസിലാണ് അത്രയോ ഉദ്യോഗസ്ഥന്മാരെ സംഘടിപ്പിച്ച് വളരെ ക്ലെവറായ ഒരു റെയ്ഡ് നടത്തി കണ്ടു. അപ്പോൾ അതിന് മിന്നൽ പരിശോധനയെ 11 ഓഫീസർമാരിൽ അല്ലെങ്കിൽ ഏജന്റുമാരിൽ അവരുടെ ചേർന്ന് നിന്ന് ഏജന്റുമാരിൽ നിന്ന് ഏകദേശം 14,780,000 രൂപ പിടിച്ചെടുത്തത്. കൈക്കൂലിപ്പണമാണ്. പല ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന ഏജന്റുമാരും ആ സമയത്തുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾസിലെ ഉദ്യോഗസ്ഥരും തമ്മിലിരുന്ന് കൈക്കൂലി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പിടിച്ചെടുത്തതാണ് 14,780,000 രൂപ. വളരെ വലിയൊരു തുകയാണത്. അടുത്തത് വിജിലൻസ് ഓഫീസുകാർ നിലമ്പൂർ കയറിയപ്പോഴാണ്. അത് വളരെ രസകരമായി തോന്നി. നിലമ്പൂർ കയറി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറിയപ്പം അവിടെ കുറേയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ പണം 50,000 രൂപ എടുത്ത് വരും. 49,300. അതിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വലിച്ചെറിയുന്ന പൈസ മാത്രം മതിയല്ലോ നമുക്ക്. 49,300 രൂപ ആ ഓഫീസിൽ നിന്ന് വലിച്ചെറിഞ്ഞ രീതിയിൽ വിജിലൻസ് കണ്ടെത്തി. അതുപോലെ തന്നെ വൈക്കത്ത് എന്നപ്പോഴാണ് വൈക്കം റീജിയണൽ ഓഫീസിലെ അവിടെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥന്മാർ കണ്ടത് അവിടെ ജനലിൻ്റെ ഇടയ്ക്കും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പണം ഇരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചാലേ വിജിലൻസ് അറസ്റ്റും ട്രാപ്പും ഒക്കെ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം പല ജനലിൻ്റെ അവിടെ ധാരാളം പൈസ ഇരിക്കുന്നു. അവകാശികളില്ല, അങ്ങനെ കിടക്കുക. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ പണി കിട്ടിയ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്ന് ആ വീട്ടിൽ കഞ്ഞൂടി നടക്കും. ആ രീതിയിലുള്ള ആ റെയ്ഡിൻ്റെ ടൈം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാച്ച് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. അതുപോലെ വൈക്കം കഴിഞ്ഞു കഴിഞ്ഞപ്പം പല ഉദ്യോഗസ്ഥന്മാരെയും UPA പരിശോധിച്ചു. 21 ഉദ്യോഗസ്ഥന്മാരെ ഏജന്റുമാരിൽ നിന്നും ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണം 7.8 ലക്ഷമാണ്. കൈക്കൂലിയൊക്കെ 500, 1000, 2000, 5000 ഒന്നുമില്ല, ലക്ഷക്കണക്കിലോട്ട് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞു 5 ദിവസത്തിനകം അവിടെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടിരിക്കണം, അല്ലാത്തവരെ ട്രാൻസ്ഫർ ചെയ്യും. 17 സേവനങ്ങൾക്ക് ഇപ്പം നമുക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അത് മോട്ടോർ വെഹിക്കിൾസിൻ്റെ അവരുടെ ഇത് പരിശോധിച്ചാൽ നമുക്കറിയാം. 17 സേവനങ്ങൾ നമ്മൾ ആരും അവിടെ പോകേണ്ട, അവർ തന്നേ പറ്റുള്ളൂ. ഓൺലൈനിൽ നമുക്ക് ആ സേവനം ലഭ്യമാക്കുമെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഉദ്യോഗസ്ഥർ 5 ദിവസത്തിനകം പിന്നെ നടപടി എടുത്തില്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും നടന്നില്ല. പക്ഷേ കൈക്കൂലിയുടെ സിസ്റ്റം പഴയ പോലെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടറെ അഭിനന്ദിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ ടൈമിൽ നടന്നു. പല 3, 4, 5 SP-മാരും വിജിലൻസ് SP-മാരും അവരുടെ DYSP-മാരും, ഓരോ ജില്ലയിൽ ഓരോ DYSP-മാരുണ്ട് വിജിലൻസിൻ്റെ. അവരും അവരുടെ സ്റ്റാഫുകളും SI-മാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും എല്ലാവരും
ഒരേ ടൈമിൽ തന്നെ ആ റെയ്ഡ് നടത്തിയുകൊണ്ടാണ് ഇത്രയും വ്യാപകമായ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ കുറ്റവാളികൾക്ക് FIR എടുത്തില്ലെങ്കിൽ ശരി, അവർക്ക് കുറ്റാരോപണ മെമ്മോ കൊടുത്തിട്ട് തീർച്ചയായിട്ടും അവരെ സസ്പെൻഡ് ചെയ്യുന്നവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് വിജിലൻസ് കേസെടുക്കേണ്ടവരെ കേസെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള നടപടികളെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസുകാർ കയറിക്കഴിഞ്ഞപ്പം സ്റ്റാഫിൻ്റെ പലരെയും അവർ മൊബൈല് പരിശോധിച്ചപ്പം മൊബൈൽ അവർ ഗൂഗിൾ പേ വഴി ധാരാളം പണം ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നെങ്കിലും ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ഈ ബാഡ് ക്യാരക്ടറെ റോളിലോട്ട് തന്നെ വരും. എന്തായാലും വ്യാപകമായ ഈ റെയ്ഡ് 7.8 ലക്ഷം രൂപ നിയമവിരുദ്ധമായി അവർ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതേപോലെയുള്ള റെയ്ഡ് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നടക്കണം. നമുക്ക് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും നമ്മൾ അനുഭവിക്കുന്നതെല്ലാം റവന്യൂവിലും മോട്ടോർ വെഹിക്കിൾസിലുമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി വരുന്നത്. പിന്നെ പോലീസിലുണ്ട് അഴിമതി, ഇല്ലാതെയില്ല. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലും അവിടെ ധാരാളം അഴിമതികളും അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ട്. കേരളത്തിലെ ഇപ്പം വ്യാപകമായ അഴിമതി നമ്മുടെ ആ ഉദ്യോഗസ്ഥന്മാർ ഒരു റൈറ്റായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ കൊടുക്കാനും നമുക്ക് മടിയില്ല, നമുക്ക് കാര്യം നടക്കണം, ആ ലെവലിലേക്ക് എത്തി. ഒരു പണം കൊടുക്കാതെ കേരളത്തിലെ ഒരു ഓഫീസിൽ നിന്നും ഒരു കാര്യവും നേടാൻ കഴിയില്ല എന്നാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എവിടെയായാലും ശരി വ്യാപകമായ റെയ്ഡ് നടത്തേണ്ടിയിരിക്കുന്നു. കുറേയൊക്കെ അങ്ങനെ നമുക്ക് ഒതുക്കാനേ കഴിയുള്ളൂ. എങ്കിലും പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങളിൽ കൃത്യമായി നടത്തി അവരെ ശിക്ഷിപ്പിക്കുന്നതിനും കൂടെ വിജിലൻസ് തയ്യാറാകണം. കാരണം മനോജ് എബ്രഹാം തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്നിടത്തോളം കാലം കുറേയൊക്കെ അഴിമതിക്ക് എതിരായിട്ട് അദ്ദേഹം നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് അടുത്ത ദിവസം ഞാൻ കണ്ടു, അദ്ദേഹത്തിന് എൻ്റെ ഒരു കൂടെയുള്ള ഒരു SP ഉണ്ടായിരുന്ന KK ജോഷുവ മരിച്ചു. നമുക്കറിയാം ഒരു കേസിനകത്തൊക്കെ അദ്ദേഹം ഉൾപ്പെട്ടു വളരെയധികം ബുദ്ധിമുട്ടി. കാരണം മദ്യപിക്കുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാത്ത എന്നെപ്പോലെയുള്ള ചില ഉദ്യോഗസ്ഥർ എൻ്റെ സഹപ്രവർത്തകരായി എൻ്റെ സെയിം ബാച്ച്മേറ്റ് ആയിട്ടുണ്ട്. ആ കൂടെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു SP ആയിരുന്നു KK ജോഷുവ IPS. അദ്ദേഹത്തിന് IPS കിട്ടി. അദ്ദേഹം കഴിഞ്ഞ് ഇന്നലെ മരണമടയുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഇദ്ദേഹത്തിനെ ADGP കാണുകയും ചെയ്തു, അഭിനന്ദനം പറയുകയും ചെയ്തു. ആ മരണത്തിൻ്റെ ഇടയിലായതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും ജോഷുവയുടെ മരണത്തിൻ്റെ അവിടെ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ വ്യാപകമായ റെയ്ഡിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് പൊതുജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി ഈ വിജിലൻസിനെ അടുത്ത് നമ്മളൊരു കംപ്ലൈൻറ്റ് ഇപ്പം പറഞ്ഞാൽ നടപടി ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഡയറക്ടർ മനോജ് എബ്രഹാമാണ്. അദ്ദേഹം DGP റാങ്കിലുള്ളതാണ്. സംസ്ഥാനത്തെ DGP ആയിട്ട് കുറേ വർഷം ഇനി ഭാവിയിൽ അദ്ദേഹം ഉണ്ടാവും. അതൊരു നല്ല ഒരു ഓഫീസർ വരുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് നിയമ നടപടികൾക്ക് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ശക്തമായ നടപടി എടുക്കാനായിട്ട് ഉദ്യമിക്കുന്ന ഒരു ഓഫീസറാണ് DGP ആയിട്ട് ഇപ്പം വിജിലൻസിൽ ഇരിക്കുന്നതിൽ വളരെയധികം ചാർജാർത്ഥ്യമുണ്ട്.